ഈ കലാപത്തെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുമ്പോൾ രാജീവ് ഗാന്ധി, ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ പിതാവ്, വലിയ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി ഒന്ന് ചെറുതായി കുലുങ്ങുക സ്വാഭാവികമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഖേദവും പ്രകടിപ്പിച്ചിട്ടില്ല, ആരെപ്പോലെ ഖേദം പ്രകടിപ്പിച്ചില്ല. സ്വാഭാവികമാണ്, വലിയ വണ്ടികൾ പോകുമ്പോൾ അതിനിടയിൽ ഒരു പൂച്ച കുടുങ്ങിയാൽ നമുക്ക് വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ. നരേന്ദ്രമോദി ഇപ്പോഴും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നില്ലല്ലോ. രാജീവ് ഗാന്ധിയുടെ നിലപാട്, തൻ്റെ അമ്മ മരിച്ചു വീഴുമ്പോൾ അമ്മയുടെ മരണത്തിന് 2 സിഖുകാരായ അംഗരക്ഷകരാണ് കാരണക്കാരെങ്കിൽ ആ സമുദായത്തിലെ മുഴുവൻ ആളുകളും വേട്ടയാടപ്പെടുക സ്വാഭാവികമാണ് എന്ന നിരുത്തരവാദവും അല്ലെങ്കിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ സമീപനം സ്വീകരിച്ചയാളാണ് അദ്ദേഹം എന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 3000-ഓളം മനുഷ്യരെ കൊല്ലപ്പെട്ടത്, ആയിരക്കണക്കിന് 1000-ലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, നിരവധിയായ മനുഷ്യർ എന്ത് ചെയ്തു, പലായനം ചെയ്തു പോയി, എത്രയോ ആളുകൾ റേപ്പ് ചെയ്യപ്പെട്ടു. കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ ലോക്കൽ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. അവിടെയാണ് ഈ പറഞ്ഞ കന്നാസുകളും വടിയും കമ്പും ഒക്കെ വിതരണം ചെയ്തത്. എന്നിട്ട് സിഖുകാരുടെ സ്ഥലങ്ങൾ കണ്ടെത്താൻ, ഗുജറാത്ത് കലാപത്തിന് സമാനം സിഖുകാരായ ആളുകൾ ഏതൊക്കെ പോക്കറ്റിലാണ് താമസിക്കുന്നത് എന്ന് കണ്ടെത്തി പട്ടിക തയ്യാറാക്കി. എന്നിട്ട് നേരത്തെ പോയ ഒരു സംഘം സിഖുകാരുടെ വീടുകൾക്ക് മുകളിൽ എസ് എന്ന് മാർക്ക് ചെയ്തിട്ട് പോയി, സിഖുകാരുടെ വീടാണെന്ന്. പിന്നീട് വന്ന സംഘം അവിടെ മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു, അവരുടെ സ്ഥാപനങ്ങളാകെയും കത്തിച്ചു, അവരെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്ന വലിയ പണി അവിടെ നടന്നു. അപ്പോൾ ഇതിന് ഭരണകൂടത്തിന് സമ്പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയമായി ആഹ്വാനങ്ങൾ പല വഴിക്കുണ്ടായി. സജ്ജൻ കുമാറിനെ പോലെ, ജഗദീഷ് ടൈറ്ററെ പോലെയുള്ള ആളുകൾ ഇതിന് പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ പാപക്കറ ഒരിക്കലും അതിന് കഴുകിക്കളയാൻ കഴിയാത്ത ഒന്നാണ്. രാഹുൽ ഗാന്ധിയോട് വിദേശത്തൊക്കെ പോകുമ്പോൾ പലപ്പോഴായിട്ട് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിർഭാഗ്യകരമായ സംഭവമായിരിക്കും, തന്നെ കോൺഗ്രസിൻ്റെ പങ്കാളിത്തം അതിനകത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറയുന്നു. അത് വാസ്തവമല്ല. കോൺഗ്രസിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒരു പാർട്ടി, അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്നതിൻ്റെ സകല സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കൂട്ടക്കൊലയായിരുന്നു അത്. അദ്ദേഹം സമ്മതിക്കാൻ അതിന് പരിമിതി ഉണ്ടാവും. പക്ഷേ രാഹുൽ ഗാന്ധി അതിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഒക്കെ ഈ കലാപത്തിൻ്റെ പേരിൽ മാപ്പ് പറയുന്നത്. എന്തായാലും ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പിന്നെയും ഒരുപാട് മെസാഗറുകൾ നമുക്ക് കാണാൻ പറ്റും. കൂട്ടക്കൊലകൾ, നെല്ലി കൂട്ടക്കൊലയെക്കുറിച്ച് പറഞ്ഞാൽ 2 തവണ ഗുജറാത്തിലുണ്ടായ കലാപങ്ങൾ, ഹാഷിംപുര, ഇങ്ങനെ ദീർഘമായ സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നോക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ വലിയ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ചരിത്രം എന്ന് പറയുന്നത് രക്തമൊഴുകിയത് കണ്ടു നിന്ന, രക്തമൊഴുക്കുന്നതിൻ്റെ നടുക്ക് കയറി നിന്നിട്ടുള്ള പാർട്ടിയാണ് എന്ന ഓർമ്മ നമുക്കുണ്ട്. നിരന്തരമായി നമ്മൾ കോൺഗ്രസിനെ ഓഡിറ്റ് ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ആളുകളെ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതിൻ്റെ അകത്ത് ആളുകളെ ഭരണകൂടം അല്ല നീതിന്യായ വ്യവസ്ഥ ശിക്ഷിക്കുന്നു. ലോകത്തിൽ എവിടെ പോയാലും ഏത് ഇൻ്റർവ്യൂവിലും നിങ്ങൾക്ക് സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് പശ്ചാത്തലമില്ലെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന് അന്ന് 14 വയസ്സോ 13 വയസ്സോ മാത്രമേ പ്രായമുള്ളൂ. എന്നാൽ 2002 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്ന കലാപത്തിൻ്റെ നടുക്ക് നാൾ ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം എവിടെ പോയാലും ഈ ചോദ്യങ്ങൾ ആർക്കുമില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കേണ്ട, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതിനെക്കുറിച്ച് വേഗതയുള്ള സമീപനമൊന്നുമില്ല എന്ന വൈരുദ്ധ്യവും കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സിഖ് കൂട്ടക്കൊലയെ നാം മറന്നുകൂടാത്താണ്. അതും ഭരണകൂടത്തിൻ്റെ കാർമ്മികത്തിൽ സകല സംവിധാനം ഉപയോഗിച്ച് നടന്നിട്ടുള്ള ഒന്നാണ് എന്ന ഓർമ്മ, ഇന്ത്യയിലെ കലാപങ്ങളുടെ ഓർമ്മയുടെ കാര്യത്തിൽ നമുക്കത് വേണം. അതുകൊണ്ട് കോൺഗ്രസ് അതിൽ നിന്നും പശ്ചാത്തപിച്ച് സകലമാനം, അതായത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയും മനുഷ്യർക്ക് മേൽ അക്രമം ചൊരിയുകയും ചെയ്യുന്ന സകലമാന രാഷ്ട്രീയത്തോടും സമ്പൂർണ്ണമായി ഞങ്ങൾ വിച്ഛേദിച്ച് നിൽക്കും എന്ന് നിലയെടുക്കാൻ കഴിയണം. അല്ലാതെ ഇപ്പോഴും ഈ പറയുന്ന നൂഹ് ജില്ലയിൽ നടക്കുന്ന ആക്രമണത്തോട് സ്വീകരിക്കുന്ന സമീപനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ പോകാതിരിക്കുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക, ഇതൊക്കെ ആത്മാർത്ഥമായി സിഖ് വിരുദ്ധ കലാപത്തിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെന്നുള്ള ആത്മാർത്ഥമായ പാപബോധം ആ പാർട്ടിക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന സകലമാന വംശീയമായ ഏർപ്പാടുകളോടും കണിശമായ നിലപാട് സ്വീകരിക്കാൻ കഴിയണം. കഴിയാത്ത പക്ഷം ആ പാർട്ടി നമുക്ക് സംശയത്തോടെ കാണാൻ പറ്റുമെന്ന് കൂടി ഞാൻ പറയും.